ഹലോ വെൽക്കം ടു ലൈഫ്സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെർഫ്യൂംസ് ഏതൊക്കെയാണെന്നുള്ളത്. അതായത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടിയ ഫ്രാഗ്രൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ പലപ്പോഴും ആളുകളുടെ ഇടയിൽ നിന്ന് ഫ്രാഗ്രൻസുകൾ ഏതാണ് എന്നുള്ളത് കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പല ആളുകൾ പോയ വഴികളിലൂടെ നടന്നിട്ട് ഇത് എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുമുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഒപ്പമുള്ളവർ പറയും, നീ എന്തെങ്കിലും മണം പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ചില നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫ്രാഗ്രൻസുകൾ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോകും. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ഒറിജിൻ കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റിയ കുറച്ച് പെർഫ്യൂംസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്, നമ്മൾ എവിടെ നിന്നും നമുക്ക് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ഏതൊക്കെയാണ് ഞാൻ കണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള പെർഫ്യൂംസ് ഏതൊക്കെയാണെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. ഈ പെർഫ്യൂംസ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ ഏതൊക്കെയാണെന്നുള്ളത്. സോ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ഫസ്റ്റ് വൺ പോളോ ബ്ലൂവിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അത് മേ ബി അൽറിഹാബ് ചെൽസി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിൻ്റെ ക്ലോൺസ് ആയിരിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ പൊതുവേ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരാളാണ്. കൂടുതലല്ലെങ്കിലും അത്യാവശ്യത്തിന് യൂസ് ചെയ്യാറുണ്ട്. തീരെ യൂസ് ചെയ്യാത്ത ആളല്ല. കാരണം എൻ്റെ കയ്യിലുള്ള വെഹിക്കിൾ കാറാണ്. അപ്പോൾ കാറ് കൊണ്ട് പോകാൻ പറ്റുന്നിടത്തേക്ക് ഞാൻ കാറ് കൊണ്ട് പോകും. ഇടങ്ങൾക്കൊക്കെ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് ആളുകളുടെ ഇടയിൽ ബസ്സിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെ പറയുക വേറെ എവിടെന്നെങ്കിലും ഒരു ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലൊക്കെ ഞാൻ കൂടുതലും സ്നിഫ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പോളോ ബ്ലൂ തന്നെയാണ്. അത് പോളോ ബ്ലൂ ആയിരിക്കണം എന്നില്ല, മേ ബി അൽറിഹാബ് ചെൽസി ആയിരിക്കാം. കാരണം അത്രയും അൽറിഹാബ് ചെൽസി നമ്മുടെ ആളുകൾക്കിടയിൽ ആ ഒരു സ്വീകാര്യത ഉള്ളതുകൊണ്ട് മേ ബി അതായിരിക്കാം, അല്ലെങ്കിൽ പോളോ ബ്ലൂവിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പെർഫ്യൂം 1. ഇനി സെക്കൻഡ് വൺ ഞാൻ കണ്ടിട്ടുള്ളത് മസ്ക് റിജാലിയാണ്. ചിലർ അതിനെ മസ്ക് സിൽക്ക് എന്ന് പറയും. അജ്മൽ മസ്ക് സിൽക്ക് എന്നുള്ള പെർഫ്യൂമിന് പേര് മാറ്റിയിട്ട് മസ്ക് റിജാലി എന്ന് പറഞ്ഞിട്ട് അജ്മലിനെ ലൂസ് ഇറക്കുന്നുണ്ട്, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഈ പ്രോഡക്റ്റാണ് ഞാൻ പിന്നെ കണ്ടിട്ടുള്ള ഒരു നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് കിട്ടിയ ഒരു ഫ്രാഗ്രൻസ്. അത് കൂടുതലും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് കുറച്ചൊരു എന്താ പറയുക ഒരു എങ്ങനെ ഇപ്പോൾ പറയാം, ആളുകൾക്ക് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ആളുകൾ യൂസ് ചെയ്യുന്നതായിട്ട് കൂടുതൽ നമ്മളെവിടെയെങ്കിലും ഒരു കല്യാണ പരിപാടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ അവിടെ വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് എനിക്ക് ഈ ഒരു സ്മെല്ല് കിട്ടിയിട്ടുണ്ട്, മസ്ക് റിജാലി. പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മസ്ക് റിജാലി അല്ലേ യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ചിലർ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മനസ്സിലായി എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുമൊന്നുമില്ല, നമുക്ക് അറിയാവുന്നതാണെന്നും പറയും. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള രണ്ടാമത്തെ ഫ്രാഗ്രൻസ്. പിന്നെ മൂന്നാമത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പുറത്തുനിന്നാണ് ഇപ്പോൾ ആ ഫ്രാഗ്രൻസ് നല്ലോണം കിട്ടുന്നത്. സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ, നമ്മൾ ഫുട്പാത്തിലൂടെ നടക്കുമ്പോഴൊക്കെ ആ ഫ്രാഗ്രൻസ് നല്ല രീതിക്ക് വരുന്നുണ്ട്. അത് വേറെ ഏതുമല്ല, ലാവൻഡർ ഊതാണ്. ലാവൻഡർ ഊത് വളരെ പോപ്പുലറാണ് ഇപ്പോൾ. അത് ഇപ്പോൾ ഒരുവിധം ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഈ സബായ അസീൽ എന്നൊക്കെ പറഞ്ഞ പോലെ എവിടെ ചോദിച്ചാലും ലാവൻഡർ ഊത് കിട്ടുന്നുണ്ട്. അപ്പോൾ ലാവൻഡർ ഊതാണ് ഇപ്പോൾ ഞാൻ നല്ല പോപ്പുലറായിട്ട് കണ്ടിട്ടുള്ള ഒരു പെർഫ്യൂം. ലാവൻഡർ ഊത് മിക്ക ആളുകളായിരുന്നു അതിൻ്റെ ഫ്രാഗ്രൻസും കിട്ടുന്നുണ്ട്. സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ ആ ഫ്രാഗ്രൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് നല്ല രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പോണ വഴിയിലൊക്കെ അതിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പെർഫ്യൂം അടുത്തത് ലാവൻഡർ ഊത് തന്നെയാണ്. പിന്നെ നാലാമത് ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ എറ്റേണൽ ലവിൻ്റെ എക്സ് ലൂയിസ് ഫോർ വിമൺ ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ആ ഫ്രാഗ്രൻസ് ആണ്. അത് മേ ബി എക്സ് ലൂയിസ് വുമൺ ആയിരിക്കാം, അല്ലെങ്കിൽ റസാസി റൊമാൻസ് ആയിരിക്കാം. ഇത് രണ്ടാണെങ്കിലും ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ നാലാമത് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് സ്നിഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ളത് സാപ്പിൾ സോളിഡാണ്. സാപ്പിൾ സോളിഡും അത്യാവശ്യം നല്ല രീതിയിൽ കാണാറുണ്ട്. മോസ്റ്റ്ലി ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ സാപ്പിൾ സോളിഡ് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ബസ്സിൽ ലോങ് ജേർണിയിലൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ ബസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഈ ഒരു സാപ്പിൾ സോളിഡിൻ്റെ സ്മെല്ല് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു 5 ഫ്രാഗ്രൻസുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു പബ്ലിക്കിൽ നിന്ന്
എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള 5 ഫ്രാഗ്രൻസുകൾ. ഇതല്ലാതെ പിന്നെ കണ്ടിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ചില പെർഫ്യൂം ഫ്രാഗ്രൻസുകൾ ഒന്ന് ബ്ലാക്ക് ഓപ്പിയത്തിൻ്റെതാണ്. അത് മേ ബി ബ്ലാക്ക് ഓപ്പിയത്തിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ചിലപ്പോൾ ബ്ലിസ് പാരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെർഫ്യൂംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽസ് ആയിരിക്കാം. ബ്ലാക്ക് ഓപ്പിയും അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അതേപോലെ ഡേവിഡ് ഓഫിൻ്റെ സ്മെല്ലും. ഡേവിഡ് ഓഫും ഈ പറഞ്ഞ പോലെ ഒറിജിനൽ യൂസ് ചെയ്യുന്നവരായിരിക്കാം, കൂൾ വെതർ യൂസ് ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെർഫ്യൂംസ്, ഈ ഒരു 7 പെർഫ്യൂംസാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സ്മെല്ല് പിടിച്ചു പോയതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില പെർഫ്യൂംസ് ഉണ്ട്. അതിലൊന്ന് ഈ ലേഡി മില്യൻ്റെ സ്മെല്ലാണ്. ലേഡി മില്യൺ അല്ലെങ്കിൽ അജ്മൽ ഓറം, അത് ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ നൽകുന്ന ഫ്രാഗ്രൻസ് ആണ്. ഈ അജ്മൽ ഓറത്തിൻ്റെ ഡിയോഡറൻ്റ് അത് വാങ്ങിയിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു വൈബ് എന്നുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ ട്രെയിനിൽ നിന്നൊക്കെ ചില സ്ഥലത്തു നിന്ന് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ നോക്കും ഇത് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിൻ്റെ സ്മെല്ല് കിട്ടും. അതേപോലെ തന്നെ ഈ ഡിയാൻജി ലൈറ്റ് ബ്ലൂവിൻ്റെ സ്മെല്ല്. ഡിയാൻജി ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് ബ്ലൂ ആവണമെന്നില്ല. ചിലപ്പോൾ അന്റോണിയോ ബൻഡേറാസിൻ്റെ ബ്ലൂ സെലക്ഷൻ ആവാം, അല്ലെങ്കിൽ വെർസാച്ചേൻ്റെ ഓ ഫ്രഷ് ആവാം. അതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ആ ഒരു ഫ്രാഗ്രൻസും ഈ പറഞ്ഞ പോലെ കൂടുതൽ ഞാൻ സ്മെല്ല് കിട്ടിയാൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കും ഇത് എവിടെതാണെന്നുള്ളത്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്രാഗ്രൻസാണ് അത്. അങ്ങനെയൊക്കെ ഞാൻ എന്താ പറയുക ഫോളോ ചെയ്ത് പോയ ഫ്രാഗ്രൻസുകൾ. പിന്നെ ഇവിടുന്നൊക്കെ നമുക്ക് ഈ ഡിയോർ സവാഷ് കിട്ടും, അതേപോലെ സീരീസ് സ്പ്ലെൻഡറിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടും, ഇതൊക്കെ കിട്ടാറുണ്ട് ചിലയിടത്ത് നിന്ന്. അതേപോലെ നമ്മളെ ഡെൻവറിൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഡെൻവർ കിട്ടാറുണ്ട്. ഡിയോർ ഫാരൻഹൈറ്റിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടാറുണ്ട്, അതൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് ഈ ഒരു 5 എണ്ണമാണ്. അതായത് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പോളോ ബ്ലൂവിൻ്റെ സ്മെല്ലായിട്ടുള്ള, മേ ബി ചെൽസി ആവാം, പോളോ ബ്ലൂ ആവാം, എനിത്തിങ് അതിൻ്റെ ഏത് ക്ലോണും ആയിരിക്കാം, അതുണ്ട്. അതേപോലെ മസ്കരിജാലി ഉണ്ട്, ലാവൻഡർ ഊതുണ്ട്, പിന്നെ എറ്റേണൽ ലവിൻ്റെ വിമൺ ഉണ്ട്, പിന്നെ ഏതായിരുന്നു അവസാനം ഞാൻ പറഞ്ഞത് സോളിഡും. ഈ 5 എണ്ണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസുകൾ നമ്മുടെ പബ്ലിക്കിൽ നിന്ന്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.